അങ്ങനെ നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ ശരിയായി കഴിഞ്ഞു. ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് ഡ്രൈ ഫ്രൈ ആണ്. ഇതിലേക്ക് വേണ്ടിയിട്ട് 1 കിലോ ബീഫ്, ഇനി അത് ഒരു കുക്കറിലിട്ട് വേവിക്കണം. ഈ ബീഫ് കുക്കറിലേക്ക് ഇടുക. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, അര ഗ്ലാസ് വെള്ളവും കൂടെ. ഇനി അതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. 4-5 വിസിൽ വരെ വരണം. അടച്ചു വെച്ച് ഒരു 4-5 വിസിൽ വരുന്നവരെ വേവിക്കാം. ഇത് കുക്കറിൽ വെച്ച് ഒരു 5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. അങ്ങനെ ബീഫ് ഡ്രൈ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ളത് കുക്കറിൽ വെന്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ബീഫെല്ലാം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കാനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുത്തത്, ഈ 1 ടേബിൾ സ്പൂൺ മുളക് ചതച്ചത്. മുളക് ചതച്ചതില്ലെങ്കിൽ മുളക് പൊടി ഇട്ടാലും മതി. ഇതോടൊപ്പം തന്നെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ നല്ല 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ബീഫ് വേവിച്ചപ്പം 1/4 ടീസ്പൂൺ ഇട്ടതാണ്. 1 ടീസ്പൂൺ ഗരം മസാല ഇല്ലെങ്കിൽ മീറ്റ് മസാല ചേർത്താലും മതി. ചെയ്തെടുത്ത വലിയ ജീരകം 1 ടീസ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, അര ടീസ്പൂൺ ഉപ്പ്. ബീഫിൻ്റെ സ്റ്റോക്ക് ഇരിപ്പുണ്ട്, അപ്പോൾ അത് ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിക്കാം. സ്റ്റോക്ക് 3 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിക്കുക. ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലാണ് വേവിക്കേണ്ടത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഇളക്കി കൊടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ
ബീഫിലെ അരപ്പെല്ലാം അതിൽ നിന്ന് വിട്ടുപോകും. ഇതിൻ്റെ കൂടെ പച്ചമുളക് നെടുവേ കീറിയതും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ BDF തയ്യാറായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. രുചികരമായ രീതിയിൽ ബീഫ് ഡ്രൈ ഫ്രൈ റെഡിയായി കഴിഞ്ഞു. നമുക്കിതിൻ്റെ അടുത്ത സെറ്റും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് ഡ്രൈ ഫ്രൈ ശരിയായി കഴിഞ്ഞു. ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.